മഞ്ചേശ്വരം കുമ്പള ടോൾ പ്ലാസയിൽ താൽക്കാലിക ടോൾ പ്ലാസയിൽ നടത്തിവരുന്ന പിരിവിനെതിരെ ടോൾ പിരിക്കലിനെതിരെ ജനകീയ സമരം ശക്തമാകുമ്പോൾ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയെ കാണുന്നില്ലെന്ന വലിയ ആക്ഷേപം UDF ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നൊരു സംഭവം ഉണ്ടായി. അതിനെതിരെ എം പി ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഈ ടോൾ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ എം പി അവിടെ എത്തുകയും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വലിയ രീതിയിലെ കോലാഹലങ്ങൾ ഉൾപ്പെടെ ജനകീയ സമരത്തിലുണ്ടായി. അതിലൊന്നും എം പി പങ്കെടുത്തില്ല. എന്തുകൊണ്ടെന്ന് അദ്ദേഹം തുറന്നടിക്കുകയാണ്. നിലവിൽ കോടതിയിൽ കേസടക്കമുണ്ടെന്ന് പറയുമ്പോഴാണ് എം പി തുറന്നു വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നില്ലെന്ന്. അല്ല, ഈ ടോൾ പിരിവ് അനാവശ്യമാണ്, അന്യായമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഈ നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് 60 കിലോമീറ്റർ ഒരു ടോൾ ഗേറ്റ് വരുള്ളൂ. ഇവിടെ ഇപ്പോൾ തലപ്പാടി ടോൾ ഗേറ്റ് ഉണ്ട്. ഇനി അടുത്ത ടോൾ ഗേറ്റ് വരേണ്ടത് പിന്നെ പെരിയയ്ക്കടുത്ത് ചാലിങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാമത്തെ ഗേറ്റ് വരേണ്ടത്. പക്ഷേ അവർ ആരിക്കാടിയിൽ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ ഇളകി മറിഞ്ഞു. ആ ഇളകി മറിഞ്ഞ ജനങ്ങൾ ഒരു വിഭാഗത്തെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ അവർ സ്വാധീനിച്ചു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ 2 ചേരിയായി. പക്ഷേ അവിടുത്തെ ഈ ടോള് പിരിവിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. എല്ലാ MLA മാരും ഉണ്ടായിരുന്നു. ആ ഉദ്ഘാടനത്തിൽ ഞാൻ പറഞ്ഞു, ഈ സമരം ഏത് എക്സ്റ്റെൻറ്റ് വരെയും കൊണ്ടുപോകണം, ഏത് എക്സ്റ്റെൻറ്റ് വരെയും. ചിലപ്പോൾ നാളെ ലാത്തി ചാർജ് വരും, നാളെ കണ്ണീർ വാതകം പ്രയോഗിക്കും, ജലപീരങ്കി വരും, അവസാനം വെടിവെപ്പ് വരും. അങ്ങനെ വെടിവെച്ചാൽ ആദ്യത്തെ വെടി രാജ്മോഹൻ ഉണ്ണിത്താന് കൊള്ളും എന്ന് പരസ്യമായി പറഞ്ഞതാണ് ഞാൻ. അത് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. അതിനുശേഷം ഞാൻ കേന്ദ്രമന്ത്രിയെ പോയി കണ്ടു, കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ വെങ്കട്ടരാമനെ കണ്ടു. നാഷണൽ അതോറിറ്റി ഓഫ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയുടെ ഏറ്റവും സുപ്പീരിയറാണ് വെങ്കട്ടരാമൻ. അദ്ദേഹത്തെ പോയി കണ്ടു. ഇവരെ രണ്ടുപേരെയും കണ്ടു. ആദ്യം മന്ത്രി പറഞ്ഞു അദ്ദേഹത്തെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് മന്ത്രി എന്നോട് പറഞ്ഞു, ഈ സമരം നടക്കുന്നതിനിടയിൽ സമരം നടക്കുന്നതല്ലോ, ടോൾ ഗേറ്റിൻ്റെ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ സമരം ഇല്ലല്ലോ, പിന്നെ കുറേ നാൾ കഴിഞ്ഞല്ലേ സമരം ആരംഭിക്കും. അപ്പോൾ ആ ഇടവേളയിൽ അവർ പണി നടന്നുകൊണ്ടിരിക്കുന്നു, ടോള് പിരിക്കാൻ ആവശ്യമായ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ സമരമില്ല. അപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു, 1ാമത്തെ റീച്ചിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. 2ാമത്തെ റീച്ചും 3ാമത്തെ റീച്ചും തീർന്നിട്ടില്ല. 2ാമത്തെ റീച്ചിലാണ് ചാലിങ്കാൽ പെരിയയിൽ. അതിൻ്റെ പണി തീരാതെ അവിടെ ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി സാമ്പത്തികമായ ഞെരുക്കമുണ്ട്. അതുകൊണ്ട് 1 വർഷത്തേക്ക് ഈ ടോൾ ഗേറ്റ് അവിടെ സ്ഥാപിക്കാൻ അനുവദിച്ചാൽ ഞങ്ങൾ രേഖാമൂലം നിങ്ങൾക്ക് തരാം. 1 വർഷം കഴിഞ്ഞാൽ അത് ഞങ്ങൾ അവിടുന്ന് പൊളിച്ച് ചാലിങ്കാൽ കൊണ്ടുപോകും. അത് റിട്ടേൺ ആയി തരാം എന്ന് പറഞ്ഞു. മാത്രമല്ല, ആ 1 വർഷക്കാലം അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തരാം, അവരെ എക്സംപ്റ്റ് ചെയ്ത് തരാം ഈ ടോൾ പിരിവിൽ നിന്ന്. അപ്പോൾ ആ വിവരം ഞാൻ ഇവരെയൊക്കെ അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. എല്ലാവരെയും ഇപ്പോൾ ഒരു പേരായിട്ടൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട, എല്ലാവരെയും അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ അറിയിച്ചു. അറിയിച്ചതിന് ശേഷം വിതൗട്ട് മൈ നോളജ് ആൻഡ് കൺസെൻറ്റ്, എൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ, ആരുമായും ആലോചിക്കാതെ ഒരു അഷ്റഫ് കർല ഒരു കേസ് കൊണ്ട് കോടതി കൊടുത്തു. കോടതിയിൽ ആ കേസ് വന്നു. കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അവർ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് അവിടെ സ്ഥാപിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട്. അങ്ങനെ അനുമതി തരാൻ കേന്ദ്ര ഗവൺമെൻറ് അധികാരമുണ്ട്. റൂൾ 82 അനുസരിച്ചിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ 60 കിലോമീറ്ററിനകത്തും ടോൾ ഗേറ്റ് സ്ഥാപിക്കാം. കേന്ദ്ര ഗവൺമെൻറ് അധികാരമുണ്ട്. ആ അധികാരമാണ് അവർ ഉപയോഗിച്ചത്. ആ അധികാരം ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അറിവും സമ്മതവും രേഖാമൂലമായി വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഈ ടോൾ പിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് കേട്ടതിന് ശേഷം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ കൊടുത്ത പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ടോൾ പിരിക്കാനുള്ള ഉത്തരവായി. ടോൾ പിരിക്കാനുള്ള ഉത്തരവ് വന്നു, മനസ്സിലായോ? അതിനെതിരെ ഈ കർള വീണ്ടും കൊണ്ട് അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുക്കുമ്പോൾ അപ്പീലിൻ്റെ പകുതിയാകുമ്പോൾ, കേസ് അപ്പീൽ കേട്ട് പകുതിയാകുമ്പോൾ അയാൾ സ്വയം പിൻവലിച്ചു. അപ്പീൽ പിൻവലിച്ചു. 2ൻ്റെ ഉത്തരവിൻ്റെ ഉണ്ട്, കോടതിയുടെ ഉത്തരവുണ്ട്, അപ്പീൽ കൊടുത്തതിൻ്റെ ഉത്തരവുണ്ട്, അപ്പീൽ പിൻവലിച്ചതിൻ്റെ ഉത്തരവുണ്ട്. ഇതൊക്കെ ആളുകളെ, കുറച്ച് പേരെ കുറേ കാലം പറ്റിക്കാം, എല്ലാവരെയും കുറച്ച് കാലം പറ്റിക്കാം, കുറേ പേരെ എല്ലാ കാലത്തും പറ്റിക്കാം. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോടതി വിധിയുണ്ട് ടോൾ പിരിക്കാൻ. അപ്പോൾ ഞാനെന്താ ചെയ്യണത്? കോടതി വിധിക്കെതിരെ അവിടെ പോയി കോർട്ടലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കണം.
വേണ്ട. ഞാൻ നിയമം കയ്യിലെടുക്കണോ? നിങ്ങൾ പറ. ഞാൻ നിയമവാഴ്ചയെ വെല്ലുവിളിക്കണോ? ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നില്ല, ഞാൻ ആദരിക്കുന്നില്ല, നിങ്ങളുടെ വിധി എനിക്ക് പുല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി സമരം ചെയ്യണോ? ചെയ്യുന്ന ആളേക്ക് ചെയ്യാം. പക്ഷേ ഒരു പാർലമെൻറ്റ് അംഗം അവിടെ പോകുമ്പോൾ നാളെ നിങ്ങൾ തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. എടാ, കോടതി വിധി, നിങ്ങൾ ഈ കോടതി വിധി ഇതുവരെ എടുത്തില്ലയോ? ഞാൻ അതിൻ്റെ കോപ്പി തരാം, നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പോൾ സ്വാഭാവികമായി അപ്പീൽ പിൻവലിച്ചു. ഇപ്പോൾ 2 പേര് വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ മാർക്സിസ്റ്റുകാരനാണ്, സുബൈർ, പിന്നെ നാസർ. ആ കേസ് വാദം നടക്കുകയാണ് എന്ന് കോടതിയുടെ വിധിക്കെതിരെ ഒരു മറുവിധി വരുന്നു. അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ കാണും. മനസ്സിലായോ? അവിടെ കാണും. പിന്നെ ഇപ്പോൾ താങ്കൾക്ക് എതിരെ നടത്തുന്ന ആക്ഷേപം വെറുതെ ഇത് ഫേസ്ബുക്കിലും മറ്റും വന്നു. അതിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നമ്മൾ നിലപാടുകളുണ്ട്. ആരാ ചെയ്യുന്നതെന്നും ആരാ ചെയ്യിപ്പിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നവർക്കും വിനയായി മാറും, ചെയ്യിപ്പിക്കുന്നവർക്കും വിനയായി മാറും. മനസ്സിലായോ? അപ്പോൾ ഇത് MP-യുടെ തലയെ കൊണ്ടുവച്ച് ചില ആളുകൾ തലയൂരാൻ ശ്രമിക്കുന്നു. അത് വേണ്ട, അത് കൈ വെച്ചിരുന്നാൽ മതി. MP ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ 2 MLA-മാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഡൽഹി കൊണ്ടുപോയല്ലോ അവർ വന്നല്ലോ, അവിടെ മന്ത്രിയെ പോയി കണ്ടല്ലോ, MP-യും മന്ത്രിയായിട്ടുള്ള ബന്ധം അവർ നേരിട്ട് കണ്ടല്ലോ. ഞാൻ ചോദിച്ച കാര്യങ്ങൾ 90% ഈ മന്ത്രി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, 5 ഫുട് ഓവർ ബ്രിഡ്ജ് വന്നു. ഇനി 8-9 ഫുട് ഓവർ ബ്രിഡ്ജ് ഉടനെ അനുവദിക്കും 2ാമത്തെ റീച്ചിൽ. അപ്പോൾ ഇതൊക്കെ അനുവദിക്കണമെങ്കിൽ മന്ത്രിയുടെ കോലം കത്തിച്ചാൽ പറ്റുമോ? മന്ത്രിയെ തെറി വിളിച്ചാൽ പറ്റുമോ? എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് മന്ത്രിയെ തെറി വിളിക്കാനല്ല, കോലം കത്തിക്കാനല്ല, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുകയാണ്. പക്ഷേ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡുകാർക്ക് വേണ്ടി സാധിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ വഷാക്കാൻ പറ്റില്ല. 28-ാം തീയതി പാർലമെൻറ്റ് ബഡ്ജറ്റ് സെഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ 28-ാം തീയതി പോയാൽ ഞാൻ അപ്പോയിൻമെൻറ്റ് വാങ്ങാൻ ശ്രമിക്കും. തന്നാൽ മന്ത്രിയെ അവിടെ നടക്കുന്ന സമരത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ബോധ്യപ്പെടുത്തും. ഇത് ന്യായമായ ഒരാവശ്യമാണ്. ഇത് ഒരു MLA-ക്കോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനുമല്ല, കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് കടന്നു വരുന്ന എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ ഈ സമരത്തിൽ നിങ്ങളെ MP-യെ കാണുന്നില്ലെന്ന് പറഞ്ഞല്ലോ. രാജഗോപാൽ എവിടെ പോയി? അല്ലെങ്കിൽ കുഞ്ഞമ്പു എവിടെ പോയി? ബാക്കി 3 MLA-മാരുള്ള ചന്ദ്രശേഖരൻ അവിടെ പോയി? അവരാരും ജനപ്രതിനിധികളല്ലേ? അവർക്ക് ഉത്തരവാദിത്വമില്ലേ? അവർക്ക് ഈ ടോള് പിരിച്ചോടുന്നോ? അവരെല്ലാവരും ഈ ടോള് പിരിക്കുന്നതിനെതിരാണ്. പക്ഷെ അവരെല്ലാം കോടതിയെ ബഹുമാനിക്കുന്നു, കോടതിയെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. കോടതിയെ വെല്ലുവിളിക്കാനും മന്ത്രിയുടെ കോലം കത്തിക്കാനും ഉണ്ണിത്താനെ കിട്ടത്തില്ല. അത് കത്തിക്കേണ്ടവർ കത്തിച്ചോട്ടെ, കോടതിയെ വെല്ലുവിളിക്കാൻ വരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല. തീർച്ചയായിട്ടും MP ഇപ്പോൾ വിശകലനം ചെയ്ത എന്തുകൊണ്ട് അദ്ദേഹം കുമ്പള ആരിക്കാടിയിൽ ടോൾ പ്ലാസക്കെതിരെ നടന്ന ജനകീയ സമരത്തിൽ പങ്കെടുത്തില്ല. ഇതിൽ കോടതി വിധിയുണ്ട്, അവിടെ ടോൾ പിരിക്കുന്നതിന് വേണ്ടി കോടതി വിധിയുണ്ട്. ഇതുകൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ അതുണ്ടായെങ്കിലും പിന്നീട് ആ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.